ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ബ്രോങ്കോ ഡയലേറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് നമ്മൾ ആദ്യം പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ആസ്മയെ പറ്റി പഠിക്കണം. ഓക്കെ, സോ ആസ്മ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആസ്മ നമ്മുടെ എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ചിലപ്പോൾ ഫുഡിനോടായിരിക്കാം, അല്ലെങ്കിൽ ഡസ്റ്റിനോടായിരിക്കാം, ഏതെങ്കിലും ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സീ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരം മരുന്നൊക്കെ കഴിക്കുന്ന സമയത്തായിരിക്കാം. അങ്ങനെ പലതരം ഫാക്ടേഴ്സിനോടും ഓരോ ആൾക്കാർക്കും അലർജി ഉണ്ട്. അപ്പോൾ എന്ത് തരം അലർജി ആണെങ്കിലും ആ അലർജി വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് റിയാക്ഷൻ വരുന്നത് നമ്മുടെ ബോഡിയിൽ ഹിസ്റ്റമൈൻസ് എന്നൊരു കെമിക്കൽസ് ഉണ്ട്. ഈ ഹിസ്റ്റമൈൻസ് പ്രൊഡ്യൂസ് ആകും. ഓക്കെ, സോ ഈ ഹിസ്റ്റമൈൻസ് എന്ത് ചെയ്യും? നേരെ പോയി ലങ്സിനെയാണ് ആദ്യം അഫക്റ്റ് ചെയ്യുക. പെട്ടെന്ന് റിയാക്ഷൻ റിഫ്ലെക്സ് ആകുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രകടമാകുന്നത് റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ്. പെട്ടെന്ന് നമുക്ക് നമ്മുടെ ബ്രോങ്ക്യോൾസ്, നമ്മുടെ ലങ്സിൻ്റെ എയർവേ പാസേജ് എല്ലാം പെട്ടെന്ന് കൺസ്ട്രിക്റ്റ് ആകും ഈ റിയാക്ഷൻ്റെ ഹിസ്റ്റമൈൻ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, സോ അതാണ് ആസ്മ എന്ന് പറയുന്ന സ്റ്റേറ്റ്. ഓക്കെ, സോ അങ്ങനെ ആസ്മ ഉണ്ടാകുമ്പോൾ ബ്രോങ്കസ്, അതായത് ലങ്സിൻ്റെ പാർട്ടായിട്ടുള്ള ബ്രോങ്കസും ബ്രോങ്ക്യോൾസും ഒക്കെ കൺസ്ട്രിക്റ്റ് ആകും. അപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നാണ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ആസ്മ പറഞ്ഞു, അലർജിക് റിയാക്ഷൻ ആണ്. അത് പലതരം ഫാക്ടേഴ്സിനോട് അലർജി ഉണ്ടാകാം. ഡ്രഗിനോടോ, ഫുഡിനോടോ, എന്തിനോടോ, ഡസ്റ്റിനോടോ, എന്തിനോട് വേണേലും അലർജി ഉണ്ടാകാം. അപ്പോൾ ഈ ഫോറിൻ പാർട്ടിക്കിൾസൊക്കെ പോയിട്ട് നമ്മുടെ ബോഡിയിൽ ഹിസ്റ്റമൈൻസ് പ്രൊഡ്യൂസ് ആകുന്നു. ഈ ഹിസ്റ്റമൈൻസ് നമ്മുടെ ലങ്സിലെ ബ്രോങ്കസിനെയും ബ്രോങ്ക്യോൾസിനെയും കൺസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഉണ്ടാകും. ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ കൺസ്ട്രിക്റ്റ് ആയിരിക്കുന്ന മസിൽസിനെ ഡയലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അപ്പോഴാണ് എയർ പാസേജ് സാധ്യമാകുന്നത്. അതിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകളാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഇൻഹലേഷൻ മരുന്നുകളാണ് ബ്രോങ്കോ ഡയലേറ്റേഴ്സിനകത്ത് വരുന്നത്. ഓക്കെ, സോ ആസ്മ കഴിഞ്ഞു. ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ഈ നമ്മുടെ ബ്രോങ്കസിനെ, ബ്രോങ്ക്യോൾസിനെ, മസിൽസിനെ റിലാക്സ് ചെയ്ത് ആ കൺസ്ട്രിക്റ്റ് ആയിരിക്കുന്ന ബ്രോങ്കസിലെ കൺസ്ട്രിക്റ്റ് ആയിരിക്കുന്ന മസിൽസിനെ റിലാക്സ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആൻറ്റി ആസ്മാറ്റിക് ഡ്രഗ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒന്നാമത്തെ കാറ്റഗറിയാണ്. അപ്പോൾ ആൻറ്റി ആസ്മാറ്റിക്സ് പല മരുന്നുകളുണ്ട്. ആൻറ്റി ആസ്മാറ്റിക്കിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നാണ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ബ്രോങ്കോ ഡയലേറ്റേഴ്സിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബ്രോങ്കോ ഡയലേറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനകത്ത് മെയിനായിട്ട് രണ്ടെണ്ണം വരുന്നത്. അത് ഒന്ന് സിമ്പത്തോമിമെറ്റിക്സ്, അതിനെ β2 റിസപ്റ്റർ അഗോണിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ സിമ്പത്തോമിമെറ്റിക്സ് ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി മീഥൈൽ സാന്തി ഡെറിവേറ്റീവ്സ്. ഓക്കെ, മീഥൈൽ സാന്തി ഡെറിവേറ്റീവ്. ഇപ്പോൾ നമ്മൾ സിമ്പത്തോമിമെറ്റിക്സിൻ്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സാൽബ്യൂട്ടമോൾ, നമ്മൾ നെബുലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാൽബ്യൂട്ടമോൾ, സാൽമെട്രോൾ, ടെർബുറ്റാലിൻ, ഈ മരുന്നുകളൊക്കെ തന്നെയും നമുക്ക് സിമ്പത്തോമിമെറ്റിക്സിൻ്റെ എക്സാമ്പിളാണ്. അത് ഇൻഹലേഷന് വേണ്ടി ഉപയോഗിക്കാം, ഇൻഹേലറിനകത്ത് വരുന്നുണ്ട്, അല്ലാതെ ടാബ്ലറ്റ് ഫോമിലും ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇതെല്ലാം സിമ്പത്തോമിമെറ്റിക്സിൻ്റെ എക്സാമ്പിൾ. പിന്നെ മീഥൈൽ സാന്തിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ തിയോഫിലിൻ, അമിനോഫിലിനൊക്കെ നമുക്ക് ഈ മീഥൈൽ സാന്തിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള രണ്ട് ഡ്രഗ് ക്ലാസിഫിക്കേഷൻ ബ്രോങ്കോ ഡയലേറ്റേഴ്സിനകത്ത് വരുന്നത്. അടുത്തത് മെക്കാനിസം ഓഫ് ആക്ഷൻ. ഈ മരുന്നുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതിന് രണ്ട് ക്ലാസിഫിക്കേഷനും രണ്ട് തരത്തിലാണ് ആക്ഷൻ നടക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സിമ്പത്തോമിമെറ്റിക്സിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിമ്പത്തോമിമെറ്റിക്സ് β2 റിസപ്റ്റർ അഗോണിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ മെഡിസിൻസ് സിമ്പത്തോമിമെറ്റിക്സ്, അതായത് സാൽബ്യൂട്ടമോളോ സാൽമിട്രോളോ ഉപയോഗിക്കുമ്പോഴത്തേക്കും എന്താ ചെയ്യുന്നത്? അത് പോയി ആക്ടിവേറ്റ് ദ β2 റിസപ്റ്റേഴ്സിനെ, നമ്മുടെ ലങ്സിലെ β2 റിസപ്റ്റേഴ്സിനെ അത് ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? അത് അടുത്ത കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ആക്ടിവേഷൻ ഓഫ് അഡിനൈൽ സൈക്ലേസ് എന്നുള്ള കെമിക്കൽസിനെ അത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ അഡിനൈൽ സൈക്ലേസ് എഗെയിൻ പോയി ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൈക്ലിക് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്. ഓക്കെ, ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൈക്ലിക് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്, അതാണ് CAMP എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൈക്ലിക് അഡിനോ മോണോഫോസ്ഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടും. ഈ കെമിക്കൽസ് നമ്മളുടെ സ്മൂത്ത് മസിൽസിനെ റിലാക്സ് ചെയ്യിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ സ്മൂത്ത് മസിൽസ് നമ്മുടെ ബ്രോങ്കസിൻ്റെയും ബ്രോങ്ക്യോൾസിൻ്റെയൊക്കെ മസിൽസ് എല്ലാം തന്നെ സ്മൂത്ത് മസിൽസാണ്. അപ്പോൾ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ആയിരിക്കുന്ന
നമ്മുടെ സ്മൂത്ത് മസിൽസ് എല്ലാം കൺസ്ട്രിക്റ്റ് ആയിരിക്കുന്ന ചുരുങ്ങിയിരിക്കുന്ന മസിൽസ് എല്ലാം തന്നെ റിലാക്സ് ആകും. ഓക്കെ, സോ അങ്ങനെയാണ് എയർ പാസേജ് അവിടെ സാധ്യമാകുന്നത്. അപ്പോൾ ഈ അലർജൻസ്, നമ്മുടെ പോളൻസും ഡസ്റ്റും എല്ലാം ആയിട്ടുള്ള എല്ലാ അലർജൻസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് പോയി ഹിസ്റ്റമൈൻ എന്ന കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹിസ്റ്റമൈൻസ് എല്ലാം പോയി നമ്മുടെ എയർ പാസേജിനെ കൺസ്ട്രിക്റ്റ് ചെയ്ത് വെക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എയർ പാസേജ് നടക്കുന്നില്ല. അതാണ് വീസിങ് ഉണ്ടാകുന്നത്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നത്, ശ്വാസം മുട്ടലുണ്ടാകുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ സ്മൂത്ത് മസിൽസിനെ ഈ ഇൻക്രീസ് അഡിനോസിൻ മോണോഫോസ്ഫേറ്റിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ഈ കൺസ്ട്രിക്റ്റ് ആയിരിക്കുന്ന മസിൽസ് റിലാക്സ് ആകും. അതിൻ്റെ ഫലമായിട്ട് എയർ പാസേജ് സ്മൂത്തായിട്ട് സംഭവിക്കും. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഓക്കെ, അടുത്തത് ഇൻഡിക്കേഷൻസ് ഓഫ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ്. ഇൻഡിക്കേഷൻ എപ്പോഴാണ്? ബ്രോങ്കോ ഡയലേഷൻ ആവശ്യമായിട്ടുള്ളത് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഉള്ളപ്പോൾ, നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ളപ്പോഴാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഏതാ? ഒന്ന്, ആസ്ത്മ. ഓക്കെ, ഏതെങ്കിലും അലർജി കാരണം ആസ്മ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് കൊടുക്കാം. രണ്ട്, ബ്രോങ്കൈറ്റിസ്. ഓക്കെ, ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രോങ്കസ്. ഓക്കെ, ബ്രോങ്കസ് ആൻഡ് ബ്രോങ്ക്യോൾസ്. നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഈ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനൊക്കെ പനിയുടെയൊക്കെ ഭാഗമായിട്ട് വരാം. അങ്ങനെയുള്ള സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ ബ്രോങ്കിയക്ടാസിസ്. ഓക്കെ, സോ ബ്രോങ്കിയക്ടാസിസ് എന്ന് പറയുന്ന ഒരു റിക്കവറി പോസിബിൾ, നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാം ഈ ഡിസീസിന്. നമുക്ക് പെർമനൻറ്റ് ക്യൂർ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു അസുഖമാണ് ബ്രോങ്കിയക്ടാസിസ് എന്ന് പറയുന്നത്. ഇതൊന്നുമല്ല, നമ്മുടെ ബ്രോങ്കസിലും ബ്രോങ്ക്യോൾസിലും കുറേ സാക്ക് പോലെ ഉണ്ടാകും. അതായത് കുറേ സാക്കുകളൊക്കെ രൂപപ്പെടും. അവിടെയൊക്കെ മ്യൂക്കസ് ഇങ്ങനെ കെട്ടിക്കിടക്കും. മ്യൂക്കസ് എന്താണെന്നറിയാമല്ലോ. അപ്പം മ്യൂക്കസൊക്കെ കെട്ടിക്കിടക്കും. അത് പുറത്തേക്ക് പോകത്തില്ല. കഫമൊന്നും പുറത്തേക്ക് പോകാതെ അകത്ത് തന്നെ കിടന്ന് കൂടുതൽ ഇൻഫെക്ഷനായി വരുന്ന ഒരു സ്റ്റേജാണ് ബ്രോങ്കിയക്ടാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലോങ് ടേം ഇൻഫെക്ഷനൊക്കെ നിൽക്കുന്ന സമയത്താണ് ബ്രോങ്കിയക്ടാസിസിലേക്ക് പോകുന്നത്. ഓക്കെ, സോ അങ്ങനെ ബ്രോങ്കിയക്ടാസിസ് വരുമ്പോൾ നമുക്ക് ഈ മ്യൂക്കസിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ മ്യൂക്കസിനെ പുറത്തു തള്ളാനായിട്ട് ഇതിന് പറ്റുന്നില്ല. പക്ഷേ എന്നാലും ഒരു ബ്രീത്തിങ്ങിൻ്റെ എയർവേ പാസേജിനെ റിലാക്സ് ചെയ്യിച്ച് ബ്രീത്തിങ് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാനായിട്ട് നമ്മൾ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ഇവിടെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ദെൻ COPD, ദാറ്റ് ഈസ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഓക്കെ, സോ ഇതും ഈ പറഞ്ഞതുപോലെ ബ്രോങ്കിയക്ടാസിസ് പോലെ തന്നെ ഒരു ലോങ് ടേം ക്രോണിക് ആയിട്ടുള്ള ഒരു അസുഖമാണ്. ലോങ് ടേം ആയിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ നിൽക്കുന്ന, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകുന്ന ഒബ്സ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു പൾമണറി ഡിസീസാണ്. ഓക്കെ, സോ അവിടെയും നമുക്ക് എന്താ പറ്റുന്നത്? റെസ്പിറേറ്ററി പാസേജ് ഒക്കെ വളരെ കൺസ്ട്രിക്റ്റഡ് ആയിരിക്കും, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകും. അപ്പോൾ ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ റിലാക്സ് ചെയ്യിച്ച് കുറച്ചുകൂടെ ബ്രീത്തിങ് ഈസി ആക്കാനായിട്ട് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് നമ്മൾ സ്റ്റിറോയിഡ്സിൻ്റെ ഒക്കെ കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ദെൻ സിസ്റ്റിക് ഫൈബ്രോസിസ്. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് ഒരു ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുക? സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന അസുഖം വരുവാണെങ്കിൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം തന്നെ, അതിപ്പോൾ നമ്മുടെ മ്യൂക്കസ് സെക്രീഷനും സലൈവ സെക്രീഷനും എല്ലാത്തരം ബോഡി ഫ്ലൂയിഡ്സും വളരെ തിക്കായിട്ട് പ്രൊഡ്യൂസ് ആവുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ തിക്കായിട്ട് പ്രൊഡ്യൂസ് ആവുന്നതിൻ്റെ ഫലമായതുകൊണ്ട് തന്നെ ഈ മ്യൂക്കസ് സെക്രീഷനൊക്കെ റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള നോർമലായിട്ടുള്ള മ്യൂക്കസ് സെക്രീഷനൊക്കെ തന്നെ വളരെ തിക്കായിരിക്കും. അതപ്പോൾ പുറത്തേക്ക് പോകത്തില്ല. എന്തെങ്കിലും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് റെക്കറൻറ്റ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഈ മ്യൂക്കസ് ഒക്കെ കെട്ടിക്കിടക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകുന്നു. വീണ്ടും മ്യൂക്കസ് സെക്രീഷൻ കൂടും. അതും സെഡിമെൻ്റായിട്ട് തന്നെ കിടക്കും, പുറത്തേക്ക് പോകത്തില്ല. കാരണം തിക്കായതുകൊണ്ട് അതിനെ റിമൂവ് ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. സോ അങ്ങനെയുള്ള അവസ്ഥയിൽ സിസ്റ്റിക് ഫൈബ്രോസിസിലും നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകും. അതിന് എയർ പാസേജിനെ കുറച്ച് സ്മൂത്താക്കി എടുക്കാനായിട്ട് നമുക്ക് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ബ്രോങ്കോ ഡയലേറ്റേഴ്സിൻ്റെ ഇൻഡിക്കേഷൻസ്. ഓക്കെ, ദെൻ കോൺട്രാഇൻഡിക്കേഷൻ പറയാനാണെങ്കിൽ ഈ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു സിംപത്തോമിമെറ്റിക്സ് ആണ്. ഈ സിംപത്തോമിമെറ്റിക്സ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ കാർഡിയാക്കിലും കൂടെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് റിഫ്ലക്റ്റ് ആകുന്നത് നമ്മുടെ പൾസ് കൂട്ടും ഇത്. ഓക്കെ, സോ ഭയങ്കര പടപടപ്പുണ്ടാകും ഹാർട്ടിന്. ഓക്കെ, അത് കാരണം ഭയങ്കര നമ്മുടെ പാൽപിറ്റേഷൻ വരും. പേഷ്യൻറ്റിന് ഹാർട്ട് റേറ്റ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് പാൽപിറ്റേഷൻ വരും, അവർക്ക് ഡിസറിത്മിയാസ് വരും. ഓക്കെ, സോ ഈ വൈറ്റൽസ് ഇങ്ങനെ പൾസ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് ചിലപ്പോൾ ബ്ലഡ് പ്രഷറും കൂടാറുണ്ട്. ഭയങ്കര റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും, ആങ്സൈറ്റി, നെർവസ്നെസ്, സ്ലീപ്ലെസ്നെസ്, ഭയങ്കര വെപ്രാളമൊക്കെ ചില പേഷ്യൻസിന് കാണിക്കാറുണ്ട്. ഓക്കെ, സോ സാധാരണ രീതിയിൽ പെട്ടെന്ന് പ്രശ്നം ഉണ്ടാവില്ല, എന്നാൽ പോലും
മിക്കവാറും കേസുകളിൽ തന്നെ ഈ പാൽപിറ്റേഷൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ കോൺട്രാഇൻഡിക്കേഷൻ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ കോൺട്രാഇൻഡിക്കേഷൻ ഈ പറഞ്ഞ കാർഡിയാക്കിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവരൊന്നും തന്നെ ഇത് ഉപയോഗിക്കാൻ നമ്മൾ കോഷനോടെ കൂടെ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ, വേറെ ഡ്രഗ് ഓപ്ഷൻസ് ഇല്ല, ഇത് കൊടുത്തേ പറ്റുള്ളൂ കണ്ടിന്യൂസ് കാർഡിയാക് മോണിറ്ററൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മളിത് അഡ്മിനിസ്റ്റർ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ കാർഡിയാക് പ്രോബ്ലംസ് ഉള്ളവർക്ക് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അരിത്മിയാസും പാൽപിറ്റേഷനും ഒക്കെ ഇത് കാരണമാകുന്നത് കൊണ്ട്. ഓക്കെ, വേറൊരു കാര്യം പ്രഗ്നൻസി ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്. ബ്രസ്റ്റ് ഫീഡിങ്ങിലും ഇതേപോലെ തന്നെ നമുക്ക് പാൽപിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുപോലെ ആങ്സൈറ്റി, നെർവസ്നെസ് ഒക്കെ ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ അവർക്കും അത് നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് ഇല്ല. വേറെ ഡ്രഗ് ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ കോഷനോടുകൂടെ നമുക്ക് ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ, ദെൻ സിവിയർ ആസ്മയുള്ളവർക്ക് പെട്ടെന്ന് ബ്രോങ്കോഡൈലൈറ്റിസ്, ചില കേസുകളിൽ ഈ ബ്രോങ്കോഡൈലൈറ്റിസ് കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് ആസ്മ കൂടുന്നതായിട്ട്, വളരെ റയറായിട്ടുള്ള കേസുകളിലാണ് അങ്ങനെ വരുന്നത്. എന്നാൽ പോലും കണ്ടീഷൻ വേഴ്സൺ ചെയ്യുന്നതായിട്ട്, ഡ്രഗ് അലർജിയൊക്കെ കൂടുതലായിട്ടുള്ള ആൾക്കാർക്കാണ് അങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ സിവിയർ ആസ്മയുള്ള കേസുകളിലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ദെൻ ഡ്രഗ് അലർജി, ഈ പറയുന്ന ഇതേ ഡ്രഗ്സ് ബ്രോങ്കോഡൈലേറ്റേഴ്സിനോട് തന്നെ അലർജിയുള്ള പേഷ്യൻസ് ചില സമയങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഓക്കെ, സോ അതായത് ഇമ്മ്യൂണിറ്റി വളരെ കുറഞ്ഞ ആൾക്കാർക്ക് അല്ലെങ്കിൽ കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് കോഷനോടുകൂടെ, വേറെ ഡ്രഗ് ഓപ്ഷൻ ഇല്ലെങ്കിൽ കാർഡിയാക് മോണിറ്ററൊക്കെ ചെയ്തുകൊണ്ട് മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ. അതാണ് കോൺട്രാഇൻഡിക്കേഷൻസ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രഗ്സ് ഒന്നും കൊടുക്കത്തില്ല. ഓക്കെ, ദെൻ ADR അഡ്വേഴ്സ് റിയാക്ഷൻ. ഓക്കെ, സോ അഡ്വേഴ്സ് റിയാക്ഷൻ നമ്മൾ ഈ പറഞ്ഞ കോൺട്രാഇൻഡിക്കേഷൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അഡ്വേഴ്സ് റിയാക്ഷനിലും വരുന്നത്. പാൽപിറ്റേഷൻ, ഒരു 99% കേസുകളിലും നമ്മൾ ഈ പറഞ്ഞ ബ്രോങ്കോഡൈലൈറ്റിസ് കൊടുക്കുമ്പോൾ അവർക്ക് പാൽപിറ്റേഷൻ ഉണ്ടാകും. ഓക്കെ, സോ അതായത് നമ്മുടെ പൾസ് റേറ്റ്, നമ്മുടെ സ്മൂത്ത് മസിൽസ് എന്ന് പറയുമ്പോൾ ലങ്സിൻ്റെ മസിൽസ് മാത്രമല്ല ഹാർട്ടിൻ്റെ മസിൽസും സ്മൂത്ത് മസിൽസിൻ്റെ കൂട്ടത്തിൽ വരാം. അതുകൊണ്ട് തന്നെ അതും ഹാർട്ട് റേറ്റിനെയും കൂടെ പാൽപിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് പാൽപിറ്റേഷൻ ഉണ്ടാക്കുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് ചില സമയങ്ങളിൽ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ആകുന്നുണ്ട്, റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാകും, നെർവസ്നെസ് ഉണ്ടാകും, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകും, നോസിയ, വോമിറ്റിംഗ് ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് വരാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകളായിട്ട് കണ്ടുവരുന്നുണ്ട് പേഷ്യൻസിന്. കുറച്ച് സമയം, ഒരു 15 to 20 മിനിറ്റ്സിൽ തന്നെ അത് സെറ്റിൽ ഡൗൺ ആകും. എന്നാൽ പോലും ഇത് മിക്കവാറും കേസുകളിൽ തന്നെ കാണുന്ന കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്ട്സുകളാണ്. ഓക്കെ, ദെൻ ഡ്രഗ് ഇൻറ്ററാക്ഷൻ. മറ്റേതൊക്കെ ഡ്രഗ്സിൻ്റെ കൂട്ടത്തിൽ ഇത് കൊടുക്കുമ്പോൾ ഇൻറ്ററാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഒന്നാമത്തേത് ബ്രോങ്കോഡൈലേറ്റേഴ്സ് വിത്ത് MAOI, ദാറ്റ് ഈസ് ബ്രോങ്കോഡൈലേറ്റേഴ്സ് വിത്ത് മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റർ. ഓക്കെ, മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റർ എന്താ? അതൊരു ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. ഓക്കെ, സോ ആൻറ്റി ഡിപ്രസൻസ് മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റർ ഓൾറെഡി ആ ഒരു ഡ്രഗ് മാത്രമായിട്ട് കൊടുത്താൽ പോലും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം. അത് ബ്രോങ്കോഡൈലേറ്ററിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ ഹൈപ്പർ ടെൻഷൻ ക്രൈസിസിന് റിസ്ക് വളരെ കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പേഷ്യൻറ്റിന് ഇത് 2 ഡ്രഗ്സും തന്നെ കാർഡിയാക്കിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഹൈപ്പർ ടെൻഷൻ ക്രൈസിസ് വളരെ ഈസി ആയിട്ട് പേഷ്യൻറ്റ് പോകും. ഓക്കെ, ദെൻ ബ്രോങ്കോഡൈലേറ്റേഴ്സ് പ്ലസ് ബീറ്റാ ബ്ലോക്കേഴ്സ്. ഓക്കെ, ബീറ്റാ ബ്ലോക്കേഴ്സ് നമ്മൾ ഹൈപ്പർ ടെൻഷന് കൊടുക്കുന്ന മെഡിസിൻസ് ആണ്. പക്ഷേ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പേഷ്യൻറ്റിന് ബ്രോങ്കോസ്പാസം, നമ്മൾക്ക് വേണ്ട രീതിയിൽ ബ്രോങ്കോഡൈലേഷൻ നടക്കത്തില്ല. ബ്രോങ്കസ് മസിൽസ് ഒക്കെ സ്പാസം, അത് വീണ്ടും ചുരുങ്ങാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്തുകൊണ്ട്, വൈറ്റൽസ് മോണിറ്റർ ചെയ്തുകൊണ്ട് വേണം അങ്ങനെയുള്ള ആൾക്കാർക്ക് ബ്രോങ്കോഡൈലേറ്റേഴ്സ് കൊടുക്കാനായിട്ട്. അടുത്തത് ബ്രോങ്കോഡൈലേറ്റേഴ്സ് വിത്ത് ഡയൂററ്റിക്സ്. ഓക്കെ, സോ ഡയൂററ്റിക്സ് പോകുന്ന ആൾക്കാർക്ക് ബ്രോങ്കോഡൈലേറ്റേഴ്സ് ഉപയോഗിക്കുമ്പോഴത്തേക്കും പൊട്ടാസ്യം ഷിഫ്റ്റ്, നമ്മുടെ ഇൻ്റർസെല്ലുലാർ ഫ്ലൂയിഡിലിരുന്ന് പൊട്ടാസ്യം ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അവരുടെ സീറം പൊട്ടാസ്യം കുറയും. ഓക്കെ, സോ അതുകൊണ്ട് പേഷ്യൻ്റ് ഹൈപ്പോകലീമിയ പോകാം. ഓക്കെ, സോ ഇപ്പോൾ ഡയൂററ്റിക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് മറ്റെന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഹൈപ്പർ ടെൻഷൻ ഉള്ളത് കൊണ്ട് ഡയൂററ്റിക്സ് കൊടുക്കാം. അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള ഹാർട്ട് പ്രോബ്ലംസോ പൾമണറി എഡിമയൊക്കെ ഉള്ള കേസുകളിലൊക്കെ ആയിരിക്കും ഡയൂററ്റിക്സ് കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അവിടെ നമ്മുടെ പൊട്ടാസ്യം ലെവലൊക്കെ മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രമേ ബ്രോങ്കോഡൈലേറ്റർ കൊടുക്കാവുള്ളൂ. പൊട്ടാസ്യം മിനിമം ലെവലിലാണ്, സീറം പൊട്ടാസ്യം മിനിമം ലെവലിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കൊടുക്കത്തില്ല. ഹൈപ്പർ കലീമിയ ആണെങ്കിൽ അതിനെ കുറയ്ക്കാനായിട്ട് നമ്മൾ ബ്രോങ്കോഡൈലേറ്റേഴ്സ് കൊടുക്കാവുന്നതാണ് ഡയൂററ്റിക്സിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ നമ്മുടെ സെല്ലുലാർ പൊട്ടാസ്യം ഷിഫ്റ്റ് നടക്കുന്നതിൻ്റെ ഫലമായിട്ട്
സീറം പൊട്ടാസ്യം കുറയും, സെൽസിൽ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ കൂടും. ഓക്കെ, പൊട്ടാസ്യം ഷിഫ്റ്റ് നടക്കുന്നതിൻ്റെ ഫലമായിട്ട്. ദെൻ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് വിത്ത് തിയോഫിലിൻ. ഓക്കെ, സോ തിയോഫിലിനും വേറെ മീഥൈൽ സാന്തിൻ ഡെറിവേറ്റീവ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് തിയോഫിലിൻ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സിമ്പത്തോമിമെറ്റിക്സിൻ്റെ കൂട്ടത്തിൽ തിയോഫിലിൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോക്സിസിറ്റിക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട്. ക്രോണിക് ആയിട്ടുള്ള കേസുകളിൽ അല്ലെങ്കിൽ അവർക്ക് എക്സ്ട്രീം നമുക്ക് ബ്രോങ്കോഡൈലേറ്റേഴ്സ് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ റിലാക്സേഷൻ കിട്ടാത്ത കേസുകളിലാണ് തിയോഫിലിൻ കൂടി ചേർത്ത് കൊടുക്കാറുള്ളത്. പക്ഷേ അപ്പോൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതേ ഉള്ളൂ, കാരണം ടോക്സിസിറ്റിയുടെ പോസിബിലിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. ദെൻ ബ്രോങ്കോഡൈലേറ്റേഴ്സ് ആൻഡ് സ്റ്റിറോയിഡ്സ്. ഓക്കെ, സോ സ്റ്റിറോയിഡ്സ് വേറെ ഡ്രഗ് ഓപ്ഷൻ നമ്മൾ ബ്രോങ്കോഡൈലേറ്റേഴ്സ് മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ആസ്മ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾ ഇൻഹേലർ കൊടുക്കുമ്പോഴത്തേക്കും സ്റ്റിറോയിഡ്സും ബ്രോങ്കോഡൈലേറ്റേഴ്സും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, സോ അപ്പോൾ 2 ഇൻഹേലർ ഉപയോഗിക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ട്. സ്റ്റിറോയിഡ്സിൻ്റെ ഇൻഹേലറും ഉണ്ടാകും, ബ്രോങ്കോഡൈലേറ്ററിൻ്റെ ഇൻഹേലറും ഉണ്ടാകും. ബ്രോങ്കോഡൈലേറ്റർ മാത്രമായിട്ട് ഇവർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് റിലീഫ് കിട്ടത്തില്ല. അങ്ങനെയുള്ള കേസുകളിലാണ് സ്റ്റിറോയിഡ്സും കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ളവർക്ക് ഓസ്റ്റിയോപൊറോസിസിനുള്ള റിസ്ക് അപ്പോഴുണ്ടാവില്ല. ഓസ്റ്റിയോപൊറോസിസ് ഒക്കെ ഏജ്ഡ് ആവുന്നതനുസരിച്ചിട്ടാണ് അതിൻ്റെ റിസ്ക് കൂടി വരുന്നത്. നമ്മുടെ കാൽഷ്യം ഡെപ്പോസിറ്റ് കുറയാം, നമ്മുടെ കാൽഷ്യം ഡെൻസിറ്റി, ബോണിലുള്ള കാൽഷ്യത്തിൻ്റെ ഡെൻസിറ്റി കുറയാം. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഓസ്റ്റിയോപൊറോസിസ്, തേയ്മാനം ഒക്കെ സംഭവിക്കാം. ഓക്കെ, സോ അത് ഏജ്ഡ് ആകുന്നതനുസരിച്ചിട്ടാണ് അതിൻ്റെ റിസ്ക് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ അങ്ങനെ ബ്രോങ്കോഡൈലേറ്ററും സ്റ്റീറോയിഡും രണ്ട് ഇൻഹേലറായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം ബ്രോങ്കോഡൈലേറ്റർ വേണം ഇൻഹേൽ ചെയ്യാൻ, അതിനുശേഷമാണ് സ്റ്റീറോയിഡ് ഇൻഹേൽ ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ ടോക്സിസിറ്റി. സോ ടോക്സിസിറ്റി പറയുവാണെങ്കിൽ, അതായത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന മെഡിസിൻ്റെ ഡോസ് കൂടി പോവുകയാണെങ്കിൽ പേഷ്യൻറ്റിന് ടോക്സിസിറ്റി ഉണ്ടാകും. ടോക്സിസിറ്റിയുടെ സിംറ്റംസ് ആയിട്ട് കാണാറുള്ളത് ഈ പറഞ്ഞ പാൽപിറ്റേഷൻ തന്നെയാണ്. ഓക്കെ, പാൽപിറ്റേഷൻ, നെർവസ്നെസ്, ഹൈപ്പർ ടെൻഷൻ, ഡിസറിത്മിയാസ്. ഓക്കെ, സോ അരിത്മിയാസ് ഉണ്ടാകും പേഷ്യൻസിന്. അതുപോലെ സ്ലീപ്ലെസ്നെസ്, ഭയങ്കര വെപ്രാളമൊക്കെ അവർ കാണിക്കും. ഓക്കെ, സോ അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടതാണ്. ദെൻ നഴ്സസ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, സോ ഇത് നഴ്സസ് റെസ്പോൺസിബിലിറ്റി വരുന്നത് ഇതിൻ്റെ കോൺട്രാൻഡിക്കേഷനും എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പേഷ്യൻറ്റിന് മെഡിസിൻ കൊടുക്കാനായിട്ട്. കറക്റ്റ് ഡോസിലേ കൊടുക്കാവുള്ളൂ, കൂടുതലായിട്ട് ഡോസ്. കാരണം ഇതിന് ടോക്സിസിറ്റിയൊക്കെ തെറാപ്യൂട്ടിക് ലെവൽ വളരെ മിനിമത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും ടോക്സിസിറ്റിയുടെ പോസിബിലിറ്റി ഉണ്ടാകും. ഓക്കെ, സോ അതുകൊണ്ട് കറക്റ്റ് ഡോസ് മെഡിസിൻ മാത്രമേ ഇൻഹലേഷനായിട്ടായാലും ടാബ്ലറ്റ് ആയിട്ടായാലും ഒക്കെ കൊടുക്കാവുള്ളൂ. അതുപോലെ ഇൻഹലേഷൻ കൊടുക്കുമ്പോൾ ബ്രോങ്കോഡൈലേറ്റേഴ്സും സ്റ്റിറോയിഡ്സും കൂടെ ചേർത്തിട്ട് കൊടുക്കുകയാണ്, 2 ഇൻഹേലറായിട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകം പറയുക, ആദ്യം ബ്രോങ്കോഡൈലേറ്റർ ഉപയോഗിക്കുക, അതിനുശേഷമാണ് സ്റ്റിറോയിഡ് ഇൻഹേൽ ചെയ്യേണ്ടത്. ഇൻഹേലറൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അവർ മൗത്ത് വാഷൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ നന്നായിട്ട് വായൊക്കെ ക്ലീൻ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റുകളൊക്കെ പിന്നീട് ഉണ്ടാകാം, പ്രത്യേകിച്ച് സ്റ്റിറോയിഡ്സിൻ്റെ ഇൻഹേലറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്. പിന്നെ അവരുടെ വൈറ്റൽ സൈൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം, എസ്പെഷ്യലി ഡ്യൂറിങ് ദ പ്രൊസീജിയർ. ഇത് ഇപ്പോൾ ഇൻഹലേഷനായിട്ട് നമ്മൾ നെബുലൈസറായിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയത്തും അവരുടെ വൈറ്റൽസ് മോണിറ്റർ ചെയ്യുക. അതിനുശേഷം ഒരു 10 to 15 മിനിറ്റ്സ് അവരെ റെസ്റ്റ് ചെയ്യാൻ വിട്ടതിന് ശേഷം, നമുക്ക് ഈ നെബുലൈസർ കൊടുത്തേച്ച് ഉടനെ വിടാൻ പാടില്ല. ഒരു 10 to 15 മിനിറ്റ്സ് നഴ്സ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്ന് നമ്മൾ അവരെ മോണിറ്റർ ചെയ്ത് ഒരു 10 മിനിറ്റ് ഇരിക്കുക, നോക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് വിടുക. കാരണം പോകാൻ നേരത്തേക്ക് അവരുടെ പൾസ് നോക്കണം, അവരുടെ പൾസ് കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി റിലീവ് ആയോ, നമ്മൾ കൊടുത്ത മരുന്നിൻ്റെ ഡ്രഗ് എഫക്റ്റ് കിട്ടിയോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് ബ്ലഡ് പ്രഷറും കൂടെ മോണിറ്റർ ചെയ്യുക. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ബ്രോങ്കോഡൈലേറ്റേഴ്സ് ക്ലിനിക്സിൽ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ്. ഓക്കെ, സോ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.